പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇങ്ങനെ CD ആക്കുവാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്. അയക്കുന്നു നമുക്കായി പോയിടും, ആരെ അയക്കുന്നു നമുക്കായി പോയിടും. വയലേലകൾ വിളഞ്ഞിടുമ്പോ വേലക്കാരും ചുരുക്കമേ, വയലേലകൾ വിളഞ്ഞിടുമ്പോ വേലക്കാരും ചുരുക്കമേ. ആരെ അയക്കുന്നു നമുക്കായി പോയിടും, ആരെ അയക്കുന്നു നമുക്കായി പോയിടും. വയലേലകൾ വിളഞ്ഞിടും വേലക്കാരും ചുരുക്കമേ, വയലേലകൾ വിളഞ്ഞിടും വേലക്കാരും ചുരുക്കമേ. ശബ്ദം കേൾക്കുമോ? ഇനി അവസരം ലഭിക്കുമോ? ദൈവശബ്ദം കേൾക്കുമോ? ഇനി അവസരം ലഭിക്കുമോ? ആത്മശക്തിയോടെ പോയിടാം, താതനിഷ്ടം ചെയ്തിടാം. ആത്മശക്തിയോടെ പോയിടാം, താതനിഷ്ടം ചെയ്തിടാം. ആരെ അയക്കുന്നു നമുക്കായി പോയിടും, ആരെ അയക്കുന്നു നമുക്കായി പോയിടും. വയലേലകൾ വിളഞ്ഞിടും വേലക്കാരും ചുരുക്കമേ, വയലേലകൾ വിളഞ്ഞിടും വേലക്കാരും ചുരുക്കമേ. ആയിരങ്ങൾ നശിച്ചിടും പാപച്ചേറ്റിൽ വീണതാ, ആയിരങ്ങൾ നശിച്ചിടും പാപച്ചേറ്റിൽ വീണതാ. കൈക്കു പിടിച്ചു കയറ്റിടാം ദൈവസേവ ചെയ്യോരേ, കൈക്കു പിടിച്ചു കയറ്റിടാം ദൈവസേവ ചെയ്യോരേ. ആരെ അയക്കുന്നു നമുക്കായി പോയിടും, ആരെ അയക്കുന്നു നമുക്കായി പോയിടും. വയലേലകൾ വിളഞ്ഞിടും വേലക്കാരും ചുരുക്കമേ, വയലേലകൾ വിളഞ്ഞിടും
ശക്തിയോടെ പുതുബലത്താൽ പോയിടാം നാം ശക്തിയോടെ പുതുബലത്താൽ പോയിടാം. കർത്തൻ വേല ചെയ്തു തീർക്കാം, കാലം തീരുന്നു വേഗം പോകാം. കർത്തൻ വേല ചെയ്തു തീർക്കാം, കാലം തീരുന്നു വേഗം പോകാം. ആരെ അയക്കുന്നു, ആ നമുക്കായി പോയിടും. ആരെ അയക്കുന്നു, ആ നമുക്കായി പോയിടും. വയലേലകൾ വിളങ്ങിടും, വേലക്കാരും ചുരുക്കമേ. വയലേലകൾ വിളങ്ങിടും, വേലക്കാരും ചുരുക്കമേ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. അപ്പൊ പുതിയ നിയമ വിശ്വാസി അവന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ അവൻ വ്യാപരിപ്പിക്കുന്നവനായി തീരണം. ഈ ചിലർ വിചാരിച്ചേക്കുന്ന പെന്തക്കോസ്തുകാരുടെ ആത്മനിറവെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാണെന്നാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയല്ല ആത്മാവ്. ആത്മാവ് വരുമ്പോൾ അന്യഭാഷ എന്ത് ചെയ്യും? സംസാരിച്ചിരിക്കും. മനസ്സിലായോ? ശബ്ദം കൂടാതെ, ചലനം കൂടാതെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തതുപോലെ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വന്നിടത്തൊക്കെ, ആദ്യമായി വന്നിടത്തൊക്കെ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിലെ ആ ശക്തി നിന്നിലോട് അത്യന്ത ശക്തിയായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വ്യാപാര ശക്തിയായി വ്യാപരിക്കുകയാണ്. ആ ശക്തിയുടെ വ്യാപാരം നിന്നിലൂടെ വ്യാപരിച്ചാൽ നിന്റെ മുമ്പിൽ ഒരു പിശാച് നിൽക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ ഒരു പിശാച് നിൽക്കത്തില്ല, ഒരു ശാപദോഷവും നിന്നോട് അടുക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗ്ലോറി. ഞാൻ പെട്ടെന്ന് പോകട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവനെ. എങ്ങനെ? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. ശക്തി വ്യാപരിക്കുന്നില്ലെങ്കിൽ കഴിയുമോ? ശക്തി എന്ത് ചെയ്യണം? വ്യാപരിക്കണം. ഈ പുസ്തകം പഠിച്ചാൽ കാണാൻ സാധിക്കുന്നു. രാത്രി ഞാൻ ആ ഭാഗത്തേക്ക് കാത്തിരിപ്പ് നടത്തുമ്പോൾ അങ്ങനെ ഞാൻ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ ജനിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, വീണ്ടും ജനനത്തിൽ പിതാവാ ദൈവം ആകർഷിക്കുന്നു, വചനമാകുന്ന വിത്ത് അകത്ത് പ്രവേശിക്കുന്നു, പരിശുദ്ധാത്മാവ് കുറ്റബോധം കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചൊരു ദൈവത്തിന്റെ പൈതൽ പരിശുദ്ധാത്മാവിന് അഭിഷേകം വീണ്ടും പ്രാപിക്കണം. ഒരു വാക്യം വായിച്ചു, അപ്പോസ്തലപ്രവൃത്തി 8:14. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. അതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ്. 8:14. രക്തം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അനന്തര യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെയും അവരെ അടുക്കൽ അയച്ചു. ഞാൻ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, ശമര്യരിലോ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ട എന്തോ അതിന്റെ അർത്ഥം? എന്തോ അർത്ഥം? ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ ഒരു പഴയ അപ്പച്ചന്മാരെ സഭ എങ്ങനെ നടത്തി അതുപോലെ സഭ വരണം, തിരിച്ചു വരണം. നമുക്ക് പഴയ അപ്പച്ചന്മാർക്ക് വിദ്യാഭ്യാസമുള്ളവരില്ലായിരുന്നു. ഇന്ന് ഓരോ സഭ എടുത്താലും ഓരോ സഭയിലും ഒരു 4 പേരെങ്കിലും ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്. മനസ്സിലായല്ലോ? പഴയ അപ്പച്ചന്മാരുടെ സഭയിൽ അതില്ലായിരുന്നു. പഴയ അപ്പച്ചന്മാരെ കേരളത്തിനപ്പുറത്ത് പോയിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ, യൂറോപ്പിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, കോഴഞ്ചേരിയിൽ നിന്ന് കോട്ടയത്ത് പോകുന്ന പോലെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത്ര വ്യത്യാസമായി കഴിഞ്ഞു. പഴയ കാലത്തെ വളരെ ഞെരുങ്ങിയിരുന്നു. ഇന്ന് പ്രൈസ് ദി ലോർഡ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ വീടുകൾ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ചോർന്നൊലിക്കുന്ന ചെറ്റപ്പരയുടെ കീഴിൽ, ചാണകം മെഴുകിയ തിണ്ണയിൽ, പ്രൈസ് ദി ലോർഡ്, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്ന പിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ചു.
അവർക്ക് പേർഷ്യയിലെ പണവും അമേരിക്കയിലെ പണമൊന്നും അല്ലായിരുന്നു. അവരെ പിശാചിന്റെ ബന്ധനങ്ങളെ അവിടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ അവർ പലിശിച്ച് പുറത്താക്കി ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ പലരും പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോഴേ അഭിഷേകം കിട്ടിയില്ലെന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? പ്രൈസ്തോ. സമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്തോ സഹോദരന്മാരെന്ന് പറ. ഇപ്പൊ അഭിഷേകം പ്രാപിക്കാത്തവർ കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും? ലേലുയ. അന്യഭാഷാ ഭാഷണം വന്നില്ലെങ്കിൽ, കാണാനും കേൾക്കാനുള്ള വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഭിഷേകം പ്രാപിച്ചില്ലെന്നാ. അതങ്ങ് സമ്മതിക്കുന്നതാണ് നല്ലത്. സമ്മതിച്ചാൽ അഭിഷേകം എത്രയും പെട്ടെന്ന് പ്രാപിക്കും. മനസ്സിലായല്ലോ? അഭിഷേകമുണ്ട്, നമുക്ക് ജയമുണ്ട്. നമ്മൾ ഗൾഫിൽ ഒന്നും അല്ല വലിയ വിഷയം. പ്രൈസലോ. അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അപ്പച്ചന്മാരുടെ കണ്ണുനീരോട് നമ്മളിവിടെ കൊണ്ടുവന്ന അല്ലേ? അതൊന്നും അല്ലൊരു വിഷയം. വിഷയം കാഹളം ധരിക്കും, മരിച്ചവരക്ഷര ഉയർക്കും, ജീവനോർക്ക് രൂപാന്തരപ്പെടും. അഭിഷേകമില്ലെങ്കിൽ മേപ്പെട്ട് പൊങ്ങത്തില്ല. നമ്മൾ ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അത് വേണമെങ്കിൽ ആ വാക്യം വായിച്ച് ശമരവതി പെട്ടെന്ന്. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന്, എല്ലാവരും കേൾക്കണേ. വായിച്ചു. അവർക്കായി പ്രാർത്ഥിച്ചു. അടുത്ത്, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അടുത്തത്, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. മതി. ശമര്യയിലെ വിശ്വാസികൾ, വചനം കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുമായിരുന്നു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും ആത്മാവ് വരണമെന്നില്ല. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവമക്കളെ, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ ശക്തി കുറഞ്ഞു പോകുന്നു. നമ്മുടെ പിതാക്കന്മാർ ഒന്നും കയ്യിലില്ലാതിരുന്നപ്പോൾ പിശാചിനെ ശാസിച്ച് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അവരുടെ കുടുംബത്തിൽ ഒരു ശാപദോഷം അടുക്കത്തില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ അവർക്ക് കൈ കിട്ടിയാൽ മതിയായിരുന്നു. അവർ കൈവച്ച് പ്രാർത്ഥിച്ച് അത് പഠിച്ച് PhD വരെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഒരു കുഞ്ഞിനെ കിട്ടിയതേ ഉള്ളൂ. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുള്ള വചനപ്രകാരം പിതാവേ എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ എക്സാം എഴുതാൻ വിട്ടാൽ ആ കുഞ്ഞ് എഴുതിയ പാസ്സാകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ പൈതലെ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആരിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നത് എങ്ങനെയാ? അത്യന്തം പര ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനേ, പ്രൈസ് ദി ലോർഡ്, അതേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ സുവിശേഷ വേലയ്ക്കിറങ്ങുന്ന ഒരാളാണ്. ബൈബിൾ കോളേജിൽ പോയി 6 മാസം ഞാൻ അവിടെ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കും, പക്ഷെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം വർക്കേഴ്സ് മീറ്റിംഗ് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരപ്പച്ചനുണ്ട്, KY ജോർജ് എന്നാണ്. ആ അച്ചായൻ പറഞ്ഞു, പ്രൈസ് എല്ലാവരോടും ശ്രദ്ധിക്കുക. ലേലുയ. എന്നോട് പറഞ്ഞു, KV, എൻ്റെ പേര് KV ജോർജ് എന്ന്, KV അഭിഷേകം പ്രാപിച്ചത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ പ്രസംഗിച്ചോളാം, നിങ്ങൾ പോയി അഭിഷേകം പ്രാപിച്ചു വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലേലുയ. എന്തോ ചെയ്യും? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ. ഇന്നാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് സഭയാർജി ഒന്നും കൊടുക്കത്തില്ല. ഇന്നത്തെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ്. എന്ത് ചെയ്യും? അവസാനം ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിൽ പോകാം എന്ന വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരിക്കാൻ പറ്റും. എനിക്ക് പ്രൈസ്, എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ജോലി, ഡ്രൈവിങ്ങും ഒക്കെയാണ്. 6 മാസമായി വന്നിട്ട് ഇനി എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിനുണ്ട്, അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. എന്നെ എപ്പോൾ പെന്തക്കോസ്തിൽ നിന്ന് ചെല്ലാൻ ഒരു ചാൻസ് കിട്ടിയാൽ പിടിക്കാൻ നിൽക്കുക. പുള്ളിക്ക് ഞാൻ ഫോൺ ചെയ്തു, ഒരാഴ്ച ഇങ്ങനെയാണ് വിഷയം, എനിക്കിനി ഒരു ജോലി വേണം, നാട്ടിലോട്ട് പോകാനൊക്കത്തില്ല, അവിടുന്ന് സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്, അപ്പോൾ ഒരു ജോലി വേണം, എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ മാർവാനീസ് കോളേജിൽ തിരുവനന്തപുരത്ത്
ഒരു പുതിയ വാൻ മേടിച്ചിട്ടുണ്ട്, തൽക്കാലം നീ ഒരു ഡ്രൈവറായിട്ട് അങ്ങ് കയറാൻ, നീ ഇങ്ങ് പോരെ. പ്രൈസ് ദി ലോർഡ്. രാവിലെ ഞാൻ ബൈസ്കൂളിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കല്ലുമല കുഞ്ഞോച്ചാൻ ബൈക്കോളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞോച്ചാൻ ഒരു കത്തെഴുതി, പ്രിയ അച്ഛൻ അറിയുന്നതിന് ഇത്രയും നാൾ ഇവിടെ സൂസൈഡ് വില്ലേജ് ഇവിടെ പഠിക്കാൻ വന്നു, ചെയ്ത എല്ലാ കാര്യത്തിനും വളരെ താങ്ക്സ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ അഭിഷേകം പ്രാപിക്കാത്തതിനാൽ ഞാൻ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഇല്ലണ്ടിനകത്ത് ആ കത്തെഴുതി ബോംബെ ഇടാനാ എഴുതിയത്, പക്ഷേ അങ്ങ് കൊടുത്തു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് രാത്രി ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ ഇവിടുന്ന് പോയാൽ ഇനി എൻ്റെ അന്ത്യം എവിടെയായിരിക്കും. അങ്ങനെ ഉറങ്ങാതെ 6 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. 3 മണി ആയപ്പോൾ ഒരു ദർശനം ഞാൻ കാണുകയാണ്. ഒരു ആനയിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കുന്നു. ഞാൻ നല്ല വെള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, കയ്യിൽ ബൈബിളുണ്ട്, കാലിൽ ചെരുപ്പുണ്ട്. വനത്തിലൂടെ ഓടുന്നു. ഓടി 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 തിരുവനന്തപുരം പട്ടണത്തിൽ ചെന്നിറങ്ങിയപ്പോൾ ഞാനൊരു കൈലി ഉടുത്ത് വിരൂപനായി നിൽക്കുന്നു. കയ്യിൽ ബൈബിളില്ല, കാലിൽ ചെരുപ്പില്ല, വെള്ള വസ്ത്രമില്ല, ഉടുപ്പില്ല, ഒരു കൈലി ഉടുത്ത് വിരൂപനായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഒരു വ്യാഖ്യാനം കൂടെ മനസ്സിലായല്ലോ, എന്നെ പിശാച് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് കാണിക്കുന്നത്. അന്ന് രാത്രി 3 മണിക്ക് ഉപവാസം ആരംഭിച്ചു. കർത്താവേ, പ്രൈസ്, ഒന്നിൽ അഭിഷേകം തരണം, ഇല്ലെങ്കിൽ ഉപവസിച്ചു മരിക്കുവാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉപവസിച്ച് മരിക്കാനായിട്ട് തീരുമാനിച്ച പാസ്റ്റർമാരെ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ സാധുവായി ഞാൻ അങ്ങനെ തീരുമാനിച്ച ആളാണ്. ഒന്നിൽ എനിക്ക് അഭിഷേകം ലഭിക്കണം, ഇല്ലെങ്കിൽ മരിക്കുക. അന്ന് ഞാൻ 13 ദിവസം വരെ മാത്രമേ ഇരുന്നിട്ടുള്ളൂ ഉപവാസം. ആ ഉപവാസം 20ാമത്തെ ദിവസത്തിലേക്ക് എത്തി. 20ാമത്തെ ദിവസം ആയപ്പോൾ കല്ലുമല കുഞ്ഞോച്ചാൻ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവശക്തി എൻ്റെ മേലേക്ക് കടന്നു വന്നു. ആ ശക്തി കടന്നു വന്ന് എൻ്റെ ഫലമായി ഞാൻ കാറ്റത്ത് ഉയർന്നു പോകുന്ന ഒരു കരീര പോലെ ഉയർന്നു പോയി. അകത്തു നിന്ന് അന്യ ഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയിൽ തീർന്നു. 20ാമത്തെ ദിവസം കൺവെൻഷൻ പന്തൽ വെച്ച് അന്യഭാഷാ ഭാഷണത്തോട് അഭിഷേകം പ്രാപിപ്പാനിടയായി. 21ാമത്തെ ദിവസം ഉപവാസം നിർത്തി. ഇന്ന് പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നു. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുടയ്ക്കും. അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഗ്ലോറി ഗ്ലോറി. അഭിഷേകം പ്രാപിക്കണം. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, എത്ര പേര് ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. തമ്പർ അടിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല, പിയാനോ വായിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല. എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരൊക്കെ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കണം. അധിക സമയം നമ്മുടെ മുമ്പിലില്ല. യോഗം നിർത്തേണ്ട സമയമായി. അല്പം മുൻപോട്ട് പോയി എല്ലാവരും അഭിഷേകം പ്രാപിച്ച് എല്ലാവരും ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. Receive the Holy Spirit in the name of Jesus. You can say blood of Jesus. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശാന്തിക്ക്, രോഗസൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്റെ വിടുതലിന്, അനുഗ്രഹത്തിന്, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലവിധമായ ശാപദോഷങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. തീരുമാനമെടുത്തവർക്കായ സ്തോത്രം. പുതുക്കപ്പെട്ട ശക്തിയാൽ നിറച്ചവർക്കായ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദയയോട് കേൾക്കുമാറാകണമേ. ആമേൻ.